വേഗണ്ട. ഇങ്ങനെ ഒരു പാത്രം നിറയെ കഞ്ഞിയും ഇതാ ഈ മെഴുക്ക് വരട്ടിയും അച്ചാറും പാവയ്ക്കാക്കറിയും കൊണ്ടാട്ടമുളക് വറുത്തതും പിന്നെ പച്ചമോരുണ്ട്, സാമ്പാർ വേണമെങ്കിൽ അതുമുണ്ട്. ഇത്രയും ചേർത്തിട്ടാണ് 50 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഇവിടെ ഇങ്ങനെ സിറ്റിക്കകത്തേയും വീട്ടിലെ പോലെയുള്ള ഊണ് അതും വളരെ ചെറിയ പൈസയ്ക്ക്. ഇപ്പോൾ കഞ്ഞി കുടിക്കുകയാണെങ്കിൽ 50 രൂപ, ചോറായിട്ട് ഉണ്ണുകയാണെങ്കിൽ 60 രൂപ. സ്പെഷ്യലൊന്നും മേടിച്ചില്ലെങ്കിലേ നല്ല ഭക്ഷണം കിട്ടുകയല്ലേ. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. വീട് തന്നെയാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഷീറ്റ് ഇട്ടിട്ടാണ്. പശുവൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ബുദ്ധിമുട്ടൊക്കെ ആയപ്പോൾ എന്തെങ്കിലും കട തുടങ്ങാന്ന് പറഞ്ഞ് റോട്ടിലൊരു ഷീറ്റ് വെച്ച് കെട്ടി അവിടെ കഞ്ഞിക്കട തുടങ്ങി. അവിടെ നിന്ന് പിന്നെ മുനിസിപ്പാലിറ്റി അതെടുത്തപ്പോൾ വീട്ടിലേക്കാക്കി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ചോറ് തുടങ്ങി. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എറണാകുളം ജില്ലയിലാണ്, തൃപ്പൂണിത്തറ. ഇവിടെ SN ജംഗ്ഷനിലെ മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ട് പില്ലർ നമ്പർ 1038, ആ സൈഡിൽ കൂടെ ഇടത്തേക്ക് കാണുന്ന വഴിയിൽ വന്നാൽ നല്ല വീട്ടിലെ ഊണ് കിട്ടും. ഊണ് മാത്രമല്ല, രാവിലെ 7 മണി മുതൽ നല്ല കുത്തരിയുടെ കഞ്ഞി, പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ, അച്ചാറ്, തോരനൊക്കെ കൂട്ടിയിട്ട് നല്ല കഞ്ഞി കിട്ടും. അതാണെങ്കിൽ 50 രൂപയുള്ളൂ. ഊണാണെങ്കിൽ 60 രൂപ. ഇത്രയും സിറ്റിക്കകത്ത് ഇതുപോലെ വീട്ടിലുള്ള ഭക്ഷണം 60 രൂപയ്ക്ക് കിട്ടുകയെന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിത് പങ്കുവയ്ക്കുന്നത്. ഇത് കടച്ചക്കയും ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത്, അതായത് മസാലയൊക്കെ ഇട്ടിട്ട് അല്ലേ, മസാലക്കറി പോലത്തെ ഇടൂല. സാമ്പാറാണെങ്കിൽ ഇവിടെ വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ. ഇത് 2 ഇത് നിറച്ചിട്ടുണ്ട്. കാരണം അമ്മ പറയുകയാണ് ഇവിടെ മീൻകറിക്ക് ആവശ്യക്കാരില്ല, ഈ സാമ്പാറിനാണ് ആവശ്യക്കാർ. അത് കാരണം സാമ്പാറാണ് കൂടുതലായിട്ട് വെക്കുകയെന്ന്. തുറക്കുമ്പോൾ തന്നെ എന്ത് മണമെന്നോ. ഞാൻ അപ്പോഴേ വിചാരിച്ചു വറുത്തരച്ചതായിരിക്കും എന്ന്. കക്കയൊക്കെ ചില ദിവസങ്ങളിലേ കാണും അല്ലേ, കിട്ടുന്നതനുസരിച്ച്. നല്ല കുമ്പളങ്ങി ഇട്ട പുളിശ്ശേരി. പാവയ്ക്ക കൊണ്ടുള്ള തീയലാണ് കേട്ടോ. ഇതൊക്കെ ഭയങ്കര സമയം എടുക്കൂലേ, തേങ്ങയൊക്കെ വറുത്തരച്ച് ഇതൊക്കെ ചെയ്തെടുക്കാൻ? ഇല്ല. ശരി. അമ്മയുടെ രഹസ്യ കൂട്ടാണ്, കഴിച്ചു നോക്കാം. നല്ല കഞ്ഞിയാണ്. ഞാൻ കഞ്ഞി കുടിച്ച് നോക്കിയായിരുന്നു. ഭയങ്കര സ്വാദ്. വേറെ കറിയൊന്നും ഇല്ലെങ്കിലേ വെറുതെ കൊഴുപ്പുള്ള കഞ്ഞിവെള്ളം. പവിഴരിയുടെ കഞ്ഞിയല്ലേ, വില കൂടിയ അരിയപ്പോ. അത് ഇങ്ങനെ കുക്കറിലൊന്നും അല്ല വെക്കണേ. ചോറ് നമ്മൾ അടപ്പത്ത് വെക്കും, ചോറ് ഗ്യാസിൽ വെക്കും, കഞ്ഞി അടപ്പത്ത് വെക്കും. എത്ര വർഷമായി അമ്മ ഇങ്ങനെ ചോറ് കൊടുക്കാനൊക്കെ? 12 വർഷമായി. 12 വർഷമായി. ഉച്ചക്ക് ഊണ് 11:30 മണിയാകുമ്പോൾ കൊടുക്കും. എത്ര മണിക്ക് അത് തീർന്ന്? 3 തീരണ അനുസരിച്ച് ചിലപ്പോ 3 മണിയാവും, ചിലപ്പോ 4 മണിയാവും. കഴിച്ചവരൊക്കെ വീണ്ടും വരും. സ്ഥിരമായിട്ട് വരുന്ന ആളുകളൊക്കെ ഉണ്ട്. ഓഫീസിൽ നിന്നൊക്കെ ആൾക്കാർ വരും. ഞായറാഴ്ച ഇല്ലല്ലോ? ഞായറാഴ്ച ഇല്ല. കഞ്ഞി വേണ്ടെന്ന് വിചാരിച്ചതാണ് കേട്ടോ. കാരണം നമ്മളെന്തെങ്കിലും ലഞ്ച് ഊണായിട്ട് എടുക്കാം എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഈ കഞ്ഞിയും അച്ചാറും ഈ പച്ചമോരും ഇതിൻ്റെ ഒരു മണമൊക്കെ കൂടി അടിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും വിചാരിച്ച് ഓരോ കഞ്ഞി കുടിക്കാം. അത്രയ്ക്ക് കൊതിപ്പിക്കുന്ന ഒരു സ്വാദാണ്. പാവയ്ക്കൊക്കെ സൂപ്പറായിട്ടുണ്ട്. മീൻ വറുത്തതൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും വേണമെന്ന് തോന്നണില്ല, അത്രയ്ക്ക് സ്വാദുണ്ട്. അടച്ചൊക്കെ കൂട്ടാനും കൊള്ളാം. ഒരു 7:30 ആകുമ്പോഴേക്കും ഇവിടെ കഞ്ഞി റെഡിയാവും. പക്ഷെ കഞ്ഞി ഉച്ചത്തേക്ക് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. 11-11:30 തീരുകയും ചെയ്യും. അപ്പം സാമ്പാറും മോരുകൂട്ടാനും ഉണ്ട്. അതും കുമ്പളങ്ങ ഇട്ട മോരുകൂട്ടാൻ. അത് നമുക്ക് രണ്ടാമത് എടുക്കാം. ആദ്യം ഇവിടുത്തെ സ്പെഷ്യൽ സാമ്പാർ കൂട്ടട്ടെ. അപ്പോൾ ഒരു 11:30 ആകുമ്പോഴേക്കും ഇതുപോലെ ഊണ് കിട്ടാൻ തുടങ്ങും കേട്ടോ. ഇപ്പോഴും കഞ്ഞിയുണ്ട്, വേണമെന്നുള്ളവർക്ക് അതും കുടിക്കാം. ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാം മെസ്സേജുകളൊക്കെ ഇങ്ങനെ ഏകദേശമൊക്കെ നോക്കും. അപ്പോൾ നോക്കിയപ്പോഴാണ് ജിഫിൻ ഷായുടെ ഒരു മെസ്സേജ് ഇറക്കുന്നത്. ഇവിടെ തൃപ്പൂണിത്തറയിൽ 60 രൂപയ്ക്ക് ഊണ് കൊടുക്കുന്ന ഒരു വീടുണ്ട്, ഒരു വയസ്സായ അച്ഛനും അമ്മയാണ്, ചേച്ചി ഒരു ദിവസം വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഞാൻ ചാറ്റ് ചെയ്ത് കുറേ ദിവസം ഇങ്ങനെ പറഞ്ഞിട്ട് ഇവിടുത്തെ നമ്പർ മേടിച്ച് ഇന്നലെയും കൂടെ ഇവിടെ വന്ന് അമ്മേനെ ഞാൻ ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല. ഇവിടെ വന്ന് പറഞ്ഞ് പിന്നെ വിളിച്ച് ഒക്കെ ആയിട്ട് എനിക്കെല്ലാം സെറ്റ് ചെയ്ത് തന്ന ആളാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. ആൾ ചാലക്കുടിക്കാരനാണ്. ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? ഇവിടെ വർക്ക് ചെയ്യുക. അപ്പം ആളുടെ സ്ഥിരം കഞ്ഞി കുടിക്കാൻ വരുന്നതും ചോറിനാൻ വരുന്ന ഒരു സ്ഥലമാണിത്. ഇവരൊക്കെ ഭയങ്കര ഇതായിട്ട് എനിക്കിങ്ങനെ അഭിപ്രായം പറഞ്ഞേ, സ്വാദാണ് എന്ന് പറഞ്ഞിട്ട്. ഇവിടുത്തെ സാമ്പാറാണ് മെയിൻ. നമുക്ക് കഴിച്ചു നോക്കാം.
ഓംലേറ്റ് വേണമെങ്കിൽ അതും ഉണ്ട്. ഇവിടുത്തെ ഈ പാവയ്ക്ക കൊണ്ടുള്ള കറി ഉണ്ടല്ലോ, അത് നല്ല രസമുണ്ട്. അതിനകത്തും അതുപോലെ തന്നെ സാമ്പാർ, രണ്ടിലും ഒരു ഇച്ചിരി മധുരവും കൂടി ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ മീനും കൂടെ ചേർത്തിട്ടാണെങ്കിൽ 100 രൂപ കേട്ടോ. ഇതിപ്പോൾ മണങ്ങെന്ന് പറഞ്ഞൊരു മീനാണ്, ചെറുതരം ആയതുകൊണ്ട് ഇപ്പോൾ 4 എണ്ണം വെച്ചിട്ടുണ്ട്. ഇന്ന് എല്ലാ നാട്ടിലേക്കും എന്തിട്ടാണാവോ പേര് പറയാം. കണ്ട ഇങ്ങനെയാണ് ഇരിക്കുക അതിൻ്റെ ഷേപ്പ്. ഞാൻ പറഞ്ഞപ്പോൾ ഇവനറിയില്ല, ക്യാമറാമാനും അറിയില്ല. പക്ഷെ ഇവിടെ ഞാൻ അമ്മയൊക്കെ മണങ്ങെന്ന് തന്നെ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ളൂ, വേറെ പേര് എനിക്കറിയില്ല. പുളിശ്ശേരി ഇച്ചിരി കൂട്ടി വെക്കാതെ എങ്ങനെ പോവും. പ്രത്യേകിച്ച് കുമ്പളങ്ങ ഇട്ട് വെക്കണത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. നല്ല കിഡിലൻ ഭക്ഷണമാണ് കേട്ടോ. ഇവിടുത്തെ അമ്മയുടെ പേര് ശ്യാമള എന്നാണ്, അച്ഛൻ്റെ പേര് മോഹനെന്നും. അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, എല്ലാ പണിയും അവരൊറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ പില്ലർ നമ്പർ 1038. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അതാ ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ റോട്ടിൽ കൂടെ ചെന്നാൽ ഒരു 50-60 മീറ്റർ അത്ര തന്നെ ഉള്ളൂ. ഇവിടെ നിന്ന് തന്നെ വീട് കാണാൻ പറ്റും, വീട്ടിലെ ഊണെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ തൃപ്പൂണിത്തുറയൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നൊന്ന് കഴിച്ചു നോക്കൂ. വീട്ടിലുണ്ടാക്കുന്ന ഏറ്റവും നാടൻ രുചിയിലുള്ള നല്ലൊരു ഭക്ഷണമാണ്. ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കും. പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം.